നോക്കിയ എന്ന ബ്രാൻഡിനോട് നമുക്ക് പലർക്കും ഒരു പ്രത്യേക ഇഷ്ടമുണ്ടാവും. മൊബൈൽ ഫോൺ പ്രചാരത്തിൽ വരുന്ന കാലത്തെ മാർക്കറ്റിൽ ആധിപത്യമുണ്ടായിരുന്നതുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ പലരും ആദ്യമായി ഉപയോഗിച്ച ഫോൺ നോക്കിയയുടേത് ആയതുകൊണ്ടുമൊക്കെയാണ് അങ്ങനെ ഒരു ഇഷ്ടം നമുക്ക് നോക്കിയയോട് തോന്നുന്നത്. 98-2007 കാലഘട്ടത്തിലാണ് നോക്കിയയ്ക്ക് സ്മാർട്ട് ഫോൺ വിപണിയിൽ ആധിപത്യം ഉണ്ടായിരുന്നത്. അന്ന് 40% വരെ മാർക്കറ്റ് ഷെയർ നോക്കിയയ്ക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ഐഫോണിന് 20%, സാംസങ്ങിന് 19% മാർക്കറ്റ് ഷെയർ. അപ്പോൾ അന്ന് നോക്കിയയ്ക്ക് 40% മാർക്കറ്റ് ഷെയർ ഉണ്ടാവുമ്പോൾ നോക്കിയയുടെ അന്നത്തെ സ്ഥാനം എന്താണെന്ന് നമുക്ക് ഊഹിക്കാം. ഈ കാലഘട്ടത്തിൽ നോക്കിയ വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള പല ഫോണുകളും അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ മോഡലുകളൊക്കെ നമ്മൾ ഇന്ന് കാണുമ്പോൾ വളരെയേറെ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെയുള്ള ഒരു 5 മോഡലുകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഒന്നാമത്തേത് നോക്കിയ 7600. 2003 ഈ മോഡൽ നോക്കിയ അവതരിപ്പിച്ചത്. ഒരു ഇലയുടെ ആകൃതിയായിരുന്നു ഇതിന്. അന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഡിസൈനായിരുന്നു ഇത്. ഡിസ്പ്ലേക്ക് ചുറ്റിലുമാണ് കീപാഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യകാലത്തെ 3G ഫോണുകളിൽ ഒന്നാണിത്. VGA ക്യാമറയും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രത്യേക ഡിസൈൻ ഫോണിൽ ടൈപ്പ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കി. ഇതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ 2 കൈയും ഉപയോഗിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ കോളിംഗ് സമയത്ത് പിടിക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഈ മോഡൽ കൊമേഴ്ഷ്യലി വിജയിച്ചില്ല. രണ്ടാമത്തേത് നോക്കിയ എൻഗേജ്. ആദ്യത്തെ ഗെയിമിംഗ് പ്ലസ് കോളിംഗ് ഹൈബ്രിഡ് ഫോണാണ് നോക്കിയ എൻഗേജ്. 2003 നോക്കിയ ഇത് അവതരിപ്പിച്ചത്. അന്നത്തെ ഗെയിമിംഗ് എന്തൂസിയാസ്റ്റുകളെ പിടിക്കാനായിരുന്നു നോക്കിയ ഈ മോഡൽ അവതരിപ്പിച്ചത്. സാധാരണ ഫോണുകളുടെ ഡിസൈനിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഗെയിമിംഗ് സൗകര്യാർത്ഥമുള്ള ഡിസൈനായിരുന്നു ഈ ഫോണിന്. ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്യാൻ അന്ന് നോക്കിയ ചെലവഴിച്ചത് എത്രയെന്ന് കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. $100 മില്യൺ 2003 ഇതിന് ചെലവഴിച്ചത്. അതായത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നത്തെ മൂല്യത്തിലേക്ക് മാറ്റിയാൽ ഇന്ത്യൻ മണി 860 കോടി രൂപയാണ് അന്ന് നോക്കിയ ഈ മോഡൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെലവഴിച്ചത്. അന്ന് നോക്കിയ വേറെ ലെവൽ തന്നെയായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച അത്രയും ഈ മോഡലിന് വിജയം നേടാൻ കഴിഞ്ഞില്ല. അടുത്തത് നോക്കിയ 7280. സാധാരണ ഫോണുകളുടെ രൂപവുമായി യാതൊരു സാദൃശ്യവുമില്ലാത്ത മോഡലായിരുന്നു ഇത്. ഈ ഫോണിൽ കീപാഡ് ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന സ്ക്രോൾ വീൽ കറക്കിയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. കാഴ്ചയിൽ ലിപ്സ്റ്റിക്കുമായി സാമ്യമുള്ളതുകൊണ്ട് ലിപ്സ്റ്റിക് ഫോണെന്നും ഇത് അറിയപ്പെട്ടിരുന്നു. ക്യാമറ ഓപ്പൺ ചെയ്യുന്നതൊക്കെ വേറെ ലെവലായിരുന്നു. കാഴ്ചയിൽ വളരെയേറെ വ്യത്യസ്തമായിരുന്നെങ്കിലും കീപാഡ് ഇല്ലാത്തത് ഫോൺ ഉപയോഗിക്കുന്നതിലെ പ്രാക്ടിക്കാലിറ്റിയെ ബാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഫോൺ കൊമേഴ്സ്യലി സക്സസ് ആയില്ല. നാലാമത്തേത് നോക്കിയ 6800. മെസ്സേജിംഗ് സൗകര്യത്തിനായി ഡിസൈൻ ചെയ്തതായിരുന്നു ഈ മോഡൽ. ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമ്പർ കീസ് മാത്രം കാണുകയും കീപാഡ് നിവർത്തിയാൽ QWERTY കീബോർഡിലേക്ക് മാറുകയും ചെയ്യും. പക്ഷേ ഈ ഡിസൈൻ കൂടുതൽ പേർക്കും ഇഷ്ടപ്പെടാത്തതുകൊണ്ടും കുറച്ച് കട്ടിയുള്ള മോഡൽ ആയതുകൊണ്ടും ഈ മോഡൽ വലിയ വിജയം ആയില്ല. അടുത്തത് നോക്കിയ N93. അന്നത്തെ മൊബൈൽ ഫോണുകളിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തമായിട്ടാണ്, എത്രത്തോളം വൈവിധ്യമായ മോഡലുകളാണ് നോക്കിയ അവതരിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ മോഡൽ നമ്മൾ നോക്കിയാൽ മതി. ജസ്റ്റ് ഒരു ക്യാമറ ഫോൺ എന്നതിലുപരി ക്യാമറയ്ക്ക് വേണ്ടിയുള്ള ഫോണായിരുന്നു നോക്കിയ N93. ഡിസ്പ്ലേ ഫ്ലിപ്പ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്താൽ ശരിക്കും ഒരു വീഡിയോ ക്യാമറ പോലെ ഇത് ഉപയോഗിക്കാം. 3x ഒപ്റ്റിക്കൽ സൂമിംഗ് ഇതിൻ്റെ ക്യാമറയിലുണ്ടായിരുന്നു. ഒപ്റ്റിക്കൽ സൂമിംഗ് ഇന്നുപോലും പല ഫോണുകളിലും ലഭ്യമല്ല. അതുപോലെ തന്നെ കാൾ സെയ്സ് ലെൻസുള്ള 3.2 MP ക്യാമറ അന്നത്തെ ഫോണുകളിൽ ഊഹിക്കാൻ പോലും കഴിയുന്നതിലും അപ്പുറമായിരുന്നു. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ നോക്കിയ എന്ന ബ്രാൻഡ് അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരട്ടെ.